കോർപ്പോസ് കഴിഞ്ഞ് ഒരാഴ്ചത്തോളം സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ. ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് സെലിബ്രേഷൻ ആണ്, ഓർക്കസ്ട്ര സെലിബ്രേഷൻ. നിങ്ങൾക്ക് കേൾക്കണ്ടേ? പരിപാടി കഴിഞ്ഞു, പക്ഷെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വേറെ പരിപാടി ഉണ്ട്. നമുക്കെന്ന് അങ്ങടേക്ക് പോവാം. നമ്മൾ ജസ്റ്റ് ഗവൺമെന്റ് എന്തൊക്കെയാണ് നമുക്ക് കോർപ്പസിന് അലോ ചെയ്തേക്കുന്നത് എന്ന് കാണാനായിട്ട് വന്നതാണ്. അത്യാവശ്യം നല്ല രസമുണ്ട് പരിപാടിയൊക്കെ കാണാനായിട്ട്. എൻജോയ്. നമ്മുടെ നാട്ടിലെ ആകാശവാണിയില്ലേ, അതേപോലെ തന്നെയുള്ള റേഡിയോ സ്റ്റേഷനാണ് കേട്ടോ അത്. ഇവരുടെ സെലിബ്രേഷൻ ലാസ്റ്റ് തന്നെയാണ് കൊണ്ടുവച്ചത്. അതുകൊണ്ട് തന്നെ അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഭാഗത്ത് ഇത് നടക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഓർക്കസ്ട്ര സെലിബ്രേഷൻ. എന്താലേ, പക്ഷെ എനിക്ക് ഇവിടെ വന്നപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് തോന്നിപ്പോയി. എന്തോ പോലെ അറിയില്ല, എന്തൊക്കെയോ പോലെ തോന്നി. അതുകൊണ്ട് തന്നെ വേഗം തന്നെ വീട്ടിൽ പോകണമെന്ന് മാത്രമായിരുന്നു ഈ ഒച്ചയും കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. പിന്നെ ഞാൻ തന്നെ എൻ്റെ മോഡ് ചേഞ്ച് ചെയ്ത് ഞങ്ങൾ തന്നെ കുറെ നാടൻ പാട്ട് പാടി എൻജോയ് ചെയ്യാൻ തന്നെ വിചാരിച്ചു. കാരണം ഇവിടുത്തെ ലാസ്റ്റ് സെലിബ്രേഷനാണ്. ഇനി നമുക്ക് ഫീസ്റ്റ് ഒന്നും വരാൻ പോണില്ല. ഇനി ഫീസ്റ്റ് ഒന്നും ഇല്ലാത്തതിന്റെ പേരിൽ നമ്മൾ എന്താന്ന് വെച്ചാൽ കിട്ടിയ സമയം എൻജോയ് ചെയ്യാന്ന് വിചാരിച്ചു. ആളുകൾ തിങ്ങിക്കൂടുന്നതിൽ നിന്ന് 1 മൈൽ അകലെയാണ് ഞങ്ങൾ വന്നിരുന്ന് എൻജോയ് ചെയ്തത്. വേറൊന്നും കൊണ്ടല്ല, അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ എനിക്ക് നിൽക്കാനായിട്ട് കുറച്ച് പ്രയാസമുണ്ട്. ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇങ്ങോട്ട് മാറി നിന്നു. അത്യാവശ്യത്തിന് ഓക്സിജനും വായൊക്കെ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ പോയത് തൊളേതന്റെ ഫുൾ വ്യൂ കാണുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ തൊളേതന്റെ മൊത്തം വ്യൂവും കാണാം. അതായത് നമ്മൾ ഏറ്റവും പൊക്കത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ്, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തോന്നിക്കും. തൊളേതോയെ കുറച്ചുകൂടി ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഏരിയ തന്നെയാണ്. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോർപ്പൂസിന്റെ ഒരു വിരാമം ഇടുകയാണ്. അതായത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അതിക്ക് മുമ്പായിട്ട് ഇവിടുത്തെ ചെറിയ ചെറിയ വഴികളിലൂടെ നടന്നിട്ട് അവിടെയൊക്കെ എന്തൊക്കെയാണ് വെച്ചിരിക്കുന്നതെന്ന് കാണാനായിട്ടൊരു കൗതുകം. അങ്ങനെ ഞാനും ഇച്ചാനും കൂടി സീച്ചേരിയ എന്ന് പറഞ്ഞ വഴി കൂടെ നടന്നു. അപ്പൊ നോക്കിക്കഴിഞ്ഞപ്പോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മൊത്തം ലൈറ്റും ഡെക്കറേഷനും ഒക്കെ ആയിട്ട് അടിപൊളിയാക്കി വെച്ചേക്കുന്നു. കാരണം നാളെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവർ എടുത്തു മാറ്റും. ഇതിന്റെ ഭംഗിയൊന്ന് ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം. അതായത് 2 മണിയാകുമ്പോൾ വരണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞങ്ങൾ ഈ 2 മണിയാവുന്ന സമയത്താണ് ഈ നടക്കുന്നത്. ഡെക്കറേഷനൊക്കെ കണ്ടപ്പോൾ ഒരുപാട് പേരുടെ എഫേർട്ട് ഞങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എത്തിയത് മക്ഡൊണാൾഡ്സിലായിരുന്നു. എനിക്കൊരു ഐസ്ക്രീം വേണമെന്നുള്ള പൂതി ഞാൻ പണ്ടേ പറഞ്ഞിരുന്നു. ഇച്ചനും ഓക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആംബിയൻസ് ഉള്ളൊരു സ്ഥലത്തെത്തി. അങ്ങനെ ഐസ്ക്രീം പെട്ടെന്ന് തീർന്നു. എങ്ങനെയാ തീർന്നതെന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് അറിയാൻ പാടില്ല. അപ്പൊ എന്തായാലും അടുത്ത വ്ലോഗിൽ കാണുന്നവരേക്കും ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.